ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഒരു പുതിയ ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി ഫാമിലി ട്രിപ്പായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പുള്ള വ്ളോഗിൽ എൻ്റെ ഉമ്മിൻ്റെ ഫാമിലി ആയിരുന്നു. അപ്പോൾ ഇതിൽ പപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ട്രാവലറൊക്കെ എടുത്ത് നമ്മൾ ഒരു 26 പേരുണ്ട് കേട്ടോ. ഇത്രയും പേരും കൂടി ഒരുമിച്ചൊരു സൂപ്പർ ട്രിപ്പിനാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മസിനഗുഡി വഴിയുള്ള ഊട്ടിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2 മണിയായിട്ടോ, പാതിര 2 മണിയായപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും പകുതി മുക്കാലും പേര് ഉറങ്ങണേന്, ബാക്കിയുള്ളവർ മാത്രം ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഞാൻ കുടിച്ചിട്ടോ ഒരു ചായ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ പോയി ഗൂഡല്ലൂർ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. നമ്മൾ മറ്റേ വെള്ളാപ്പവും പൊറോട്ടയും മുട്ടക്കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഊനാലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അവിടെ ഊനാലേക്ക് ആടി നമ്മൾ വീണ്ടും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഇതേ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. മുതുമലൈ ടൈഗർ റിസർവിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു 2-3-4 കിലോമീറ്റർ ഇതാണ് കേട്ടോ നമ്മുടെ ഫോറസ്റ്റ് ആണ്. അപ്പുറത്തും കാടും. പിന്നെ നമ്മങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു വലിയൊരു മാൻകൂട്ടത്തിനെ കാണാൻ പറ്റി കേട്ടോ. അതിൽ കുറേ മാനുണ്ടാകും കേട്ടോ. പിന്നെ അത് ഇടക്കിടക്കിങ്ങനെ കുറേ മാൻകൂട്ടങ്ങളെ കണ്ടു കേട്ടോ. പിന്നെ കുറേ സിംഹവാലകൻ കുരങ്ങിനെ കണ്ടു. പിന്നെ മറ്റേ മയിലിനെ കണ്ടു. കുറേ അങ്ങനെ പല മൃഗങ്ങളിനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടൈഗർ റിസർവ് ആകുമ്പോൾ തന്നെ പുലി ഉണ്ടാവും എന്നാണ് പറയണത്. ഞാനപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഈ കാട്. എനിക്കിങ്ങനെ കാടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അതിന് ഫുൾ തല പുറത്തിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഞാൻ ഒരു പുലീനെ കണ്ടുട്ടോ. പക്ഷെ അതാരും വിശ്വസിച്ചില്ല, പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ ശരിക്കും കണ്ടു. എനിക്കൊരു പുള്ളിനെ ഞാൻ ശരിക്കും കണ്ടിട്ടോ. പക്ഷേ ഒരു ലക്കിനായിട്ട് ഞാൻ മാത്രം അത് കണ്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത്. പക്ഷേ എന്നിട്ട് നമ്മൾ റൂമിൽ ചെന്നിട്ട് അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടോ അവിടെ ശരിക്കും പുലി ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്നിട്ടും ആരും അങ്ങനെ വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ ശരിക്കും ഒരു പുലീനെ കണ്ടിട്ടോ. അങ്ങനെ നമ്മുടെ കാട്ടിലുള്ള ഈ ജേണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയതില്ലേ മസിനഗുഡിയിലേക്കാണ് കേട്ടോ. മസിനഗുഡി ഇതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു വില്ലേജ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ സമ്മറാണ്, വെയിലായതുകൊണ്ടില്ലേ മസിനഗുഡിയിലത്തെ കാടില്ലേ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത്. തൊട്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. അവിടെ കുറച്ച് നല്ല ഗ്രീനറി ഉണ്ടെങ്കിലും ഇവിടെ ഫുൾ ഡ്രൈ ആയിരിക്കുന്ന ഒരു ലാൻഡാണ് കേട്ടോ. ഇതാണ് കേട്ടോ മസിനഗുഡിയിലത്തെ ആ ഒരു ഫോറസ്റ്റ് ഏരിയ. അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഒരു 2-3 കിലോമീറ്റർ അല്ല, എനിക്ക് എത്ര കിലോമീറ്റർ ഒന്നും കറക്റ്റ് അല്ല, കുറേ ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ വഴിയെ ഇങ്ങനെ കാണാം. അങ്ങനെ നമ്മുടെ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 36 ഹെയർ പിന്നാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ടോട്ടൽ 36 എണ്ണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഊട്ടി എത്തും കേട്ടോ. അങ്ങനെ 36 എണ്ണം കഴിഞ്ഞ് നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആ വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഊട്ടിയിലാണെന്ന്. അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഇല്ലേ അറ്റ്മോസ്ഫിയറും വെതറൊക്കെ നല്ലോണം അങ്ങോട്ട് ചേഞ്ച് ആയിട്ടോ. നല്ല മഞ്ഞും നല്ല തണുപ്പ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ മൂന്നാറും വാഗമണ്ണും പോകണ പോലെ അല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് പിള്ളേർക്കൊക്കെ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫസ്റ്റ് സ്പോട്ടിലായിട്ടുള്ള ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് പോയത്. അതിന് മുമ്പ് അവിടുത്തെ ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറേ ചോളവും കേക്കും പിന്നെ നൂഡിൽസൊക്കെ കഴിച്ചിട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഷൂട്ടിംഗ് പോയിന്റ് എത്തും കേട്ടോ. അവിടെ കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഫേമസ് പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയും കറങ്ങി കുറേ പിക്സും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഫുൾ കുറേ നേരം കൊണ്ട് ഹൈറ്റിലൊക്കെ നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അവിടേക്കൊക്കെ നടന്ന് നമുക്കത് ഷൂട്ടിംഗ് പോയിന്റിലുള്ള വീഡിയോസ് കാണാം കേട്ടോ.
നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നമ്മുടെ ലഞ്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ പോയത്. റൂമെന്ന് പറഞ്ഞാൽ ഒരു 5 റൂമുള്ളൊരു വില്ലയായിരുന്നു കേട്ടോ. നമ്മൾ 26 പേരുണ്ടായിരുന്നു. 26 രൂപയ്ക്കും കൂടി നല്ല സൂപ്പറായിട്ട് താമസിക്കാൻ പറ്റിയൊരു വില്ലയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഓടിച്ചാടി കളിക്കാൻ കുറേ പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ഒളിച്ചും പാത്രം അങ്ങനെ ഓരോ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ പിള്ളേരുടെ കളിയൊക്കെ കണ്ടില്ല. പിന്നെ വലിയ ആൾക്കാരുടെ റീൽസ് എടുക്കലായിരുന്നു കേട്ടോ. റീൽസ് എടുക്കുന്ന ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതേ ഞാൻ റീൽസ് മുകളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിട്ട് ഞാൻ റീൽസൊന്നും കളിച്ചില്ല കേട്ടോ. അവരാണ് എടുത്തത്. അപ്പോൾ അതേ മുകളിൽ നിന്നുള്ള വ്യൂവും ആ റീൽസൊക്കെ കാണാൻ നല്ലൊരു സൂപ്പർ ഫീലാണ് കേട്ടോ. നല്ലൊരു തണുപ്പും. അപ്പോൾ എല്ലാം കൂടി കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല സുഖത്തിലേക്ക് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വ്ളോഗായിട്ട് ഞാൻ സെക്കൻഡ് ഡേ വ്ളോഗായിട്ട് ഞാൻ വരാം കേട്ടോ അടുത്ത വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.